പടിഞ്ഞാറൻ കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പം. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവിടുത്തെ ജനങ്ങൾ ഇത്തരത്തിൽ ഒരു ഭൂകമ്പം അവർ ഈ മണിക്കൂറിൽ നേരിടുമെന്ന്. ഭൂകമ്പത്തിൽ കുറഞ്ഞത് 47 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനിയും മരണസംഖ്യ ഉയരും എന്ന് തന്നെയാണ്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രതയുള്ള ഭൂചലനമാണ് രേഖപ്പെടുത്തിയതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. പലരും വീടൊഴിയാൻ നിർബന്ധരാവുകയാണ്. തലസ്ഥാനമായ ബോഗോട്ടയ്ക്ക് 400 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി ഈ ചോക്കോ മേഖലയിൽ 4800ഓളം ആളുകൾ വസിക്കുന്ന സാൻ ജോസ് ഡെൻ പാലമറയിലാണ് ഈ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. US ജിയോളജിക്കൽ സർവേ നൽകുന്ന വിവരമനുസരിച്ച് ഉപരിതലത്തിൽ നിന്ന് 107 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. അയൽ രാജ്യമായ ഇക്വഡോറിലും പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നുള്ളത് തീവ്രത എത്രത്തോളം ഉണ്ട് എന്നത് ആ ഭയാനകമായ കണക്ക് പുറത്തു വരുന്നു. കൊല്ലപ്പെട്ടവരിൽ 18 പേരും പെരേര നഗരത്തിൽ നിന്നുള്ളവരാണെന്ന് മേയർ മൗറീഷിയോ സലാറ പറയുകയാണ്. നിലവിലെ അവസ്ഥ വളരെ ഗുരുതരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പെരേര, കാലി, ക്വിബ്ദോ എന്നീ നഗരങ്ങളിൽ വീടുകളും കെട്ടിടങ്ങളും തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടു. മാത്രമല്ല 300 കിലോമീറ്റർ പടിഞ്ഞാറുള്ള മാനിസാലസ് നഗരത്തിലെ നവ ഗോഫിക് കത്തീഡ്രലിന്റെ ഒരു ഗോപുരം തകർന്നു വീണിട്ടുണ്ട്. മധ്യ പടിഞ്ഞാറൻ കൊളംബിയയിൽ ചെറിയ ഭൂചലനങ്ങൾ സാധാരണയാണെങ്കിലും 6.0 മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്ന അപൂർവമായുള്ള ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങളെ ഉണ്ടാകാറുള്ളൂ. മുൻപ് അർമേനിയ നഗരത്തിന് സമീപം 6.2 തീവ്രതയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ 1100-ലധികം ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. ദുരിതത്തിന് പിന്നാലെ സാൻ ജോസ് ഡെൽ പാൽമറയിലെ എമർജൻസി പ്രവർത്തനങ്ങളുടെ ചുമതല താൻ നേരിട്ട് ഏറ്റെടുത്തതായി കൊളംബിയൻ പ്രസിഡന്റ് അബേലാർഡോ ഡില എക്സ്പ്രസിയെ തിങ്കളാഴ്ച അറിയിച്ചു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, സർക്കാർ ഒപ്പമുണ്ട്, ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാലിയിൽ കെട്ടിടങ്ങൾ തകർന്നു വീണു. അധികൃതർ സ്ഥിതിഗതികൾ വിലയിരുത്താൻ തുടങ്ങിയതോടുകൂടി ഭൂകമ്പത്തിന്റെ ആഘാതം വ്യക്തമായി. കാലി നഗരത്തിൽ മാത്രം കുറഞ്ഞത് 20 കെട്ടിടങ്ങളിലധികം തകർന്നു വീണിട്ടുണ്ടെന്നും ഇതിനുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും മേയർ പറയുകയാണ്. കാലിയിൽ മാത്രം നിലവിൽ 20ഓളം കെട്ടിടങ്ങൾ തകരുകയും ആളുകൾ കുടുങ്ങിക്കിടക്കുകയുമാണ്. എല്ലാ രക്ഷാപ്രവർത്തകരും ഉടൻ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ബൊഗോട്ട, മെഡീൽ നഗരങ്ങളിലെ മേയർമാരോട് കൂടുതൽ രക്ഷാപ്രവർത്തകരെ അയക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ശാന്തരായിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. കെട്ടിടങ്ങൾക്ക് വലിയ വിള്ളലുണ്ടാകലോ മറ്റ് കേടുപാടുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. സുരക്ഷിതമല്ലെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ചെക്കോ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വിബ്ദോയിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും കെട്ടിടങ്ങൾക്ക് വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തതായി ഗവർണർ നുബിയ കരോളിന കോർഡോബ കുറി മുൻപ് അറിയിച്ചിരുന്നു. തുടർചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയ അവർ നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണെന്ന് വ്യക്തമാക്കി. മാത്രമല്ല തുടർച്ചയായി ഉണ്ടായ ചലനങ്ങളെക്കുറിച്ച് ആശങ്കയുണ്ട്. പ്രഭവ കേന്ദ്രം സാൻ ജോസ് ഡെൽ പാൽമറയിൽ സമീപമായിരുന്നെങ്കിലും ഈ ക്വിബ്ദോയിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യ ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഉടൻ പുറത്തുവിടും. ഗവർണർ എക്സിലാണ് ഇക്കാര്യങ്ങൾ കുറിച്ചത്. വിമാനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. ഭൂകമ്പത്തെ തുടർന്ന് കൊളംബിയയിലെ വിമാന സർവീസുകളും തടസ്സപ്പെട്ടു. പെരേര, മാനിസാലസ്, ക്വിബ്ദോ, അർമേനിയ, കർത്താഡോ, അതുപോലെ തന്നെ ബ്യൂണ വെഞ്ചുറ എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ടെർമിനലുകൾ യാത്രക്കാർക്കും വിമാനങ്ങൾക്കും സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തിയതിനാൽ ഇവിടെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. കൊളംബിയയിലെ നാഷണൽ യൂണിറ്റ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് പ്രാദേശിക അധികൃതരുമായി ചേർന്ന് നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി വരികയാണ്. എന്നാൽ തലസ്ഥാനമായ ഈ ബൊഗോട്ടയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ മേയർ കാർലോസ് ഇല്ല എന്നാണ് പറയുന്നത്. അയൽരാജ്യമായ വെനസ്വേലയിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. കൊളംബിയ അതിർത്തിയോട് ചേർന്നുള്ള ഡാച്ചിറ സംസ്ഥാനത്തും മധ്യ പടിഞ്ഞാറൻ നഗരമായ ഈ ബർക്വിസിമെറ്റോയിലും പ്രകമ്പനം അനുഭവപ്പെട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ജൂണിലുണ്ടായ ഇരട്ട ഭൂകമ്പങ്ങളിൽ 6000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് വെനസ്വേലയിൽ വീണ്ടും പ്രകമ്പനം അനുഭവപ്പെടുന്നത്. അന്ന് തലസ്ഥാനമായ കാരക്കസിന് സമീപമുള്ള തീരദേശത്തായിരുന്നു ഭൂരിഭാഗം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തത്. തെക്കൻ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് കൊളംബിയ.
ടെക്ടോണിക് പ്ലേറ്റുകളുടെ അതിർത്തികൾക്കും പ്രധാന റിഫ്റ്റ് നിരകൾക്കും സമീപമുള്ള സ്ഥാനം കാരണം രാജ്യത്ത് എപ്പോഴും ഭൂകമ്പ സാധ്യത നിലനിൽക്കുന്നു. ആൻഡ്രിയൻ പ്രദേശം, ഈസ്റ്റേൺ കോർഡിലറിലുള്ള കിഴക്കൻ മലനിരകൾ, പസഫിക് പ്രദേശം എന്നിവിടങ്ങളിലായി 100-ലധികം നാശകാരികളായ ഭൂകമ്പങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് കൊളംബിയൻ ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കുന്നു. 1979 തെക്കു പടിഞ്ഞാറൻ കൊളംബിയയിലെ ഈ ഡുമാക്കോയ്ക്ക് സമീപമുണ്ടായ 8.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് രാജ്യത്തെ ഏറ്റവും വിനാശകരമായ ദുരിതത്തിലൊന്ന്. തകർന്നു വീണ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നവരെ കണ്ടെത്താനുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും പ്രദേശത്ത് പുരോഗമിക്കുകയാണ്.